ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാമേ. മുട്ട കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ. പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാമേ. അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് ഉള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ തക്കാളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. ബാച്ചിലേഴ്സിന് മാത്രമല്ല, നമ്മൾ ഇത്തിരി മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം മുട്ടയൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഒഴിച്ചു കറിയാണ്, എന്നാൽ മുട്ടയും കൂടെ നമുക്ക് ഇതിലോട്ടൊപ്പം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് വഴണ്ടി കിട്ടണേ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാമേ. ഒരു ഇടികല്ല് വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാമേ. ഇടിക്കുമ്പോൾ അത്യാവശ്യം കുരുമുളകൊക്കെ തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാമേ. അപ്പോൾ ഇവിടെ തക്കാളി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴണ്ട് റെഡി ആയി വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവുകയെ. അപ്പോൾ തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഈ തക്കാളിയെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടുവേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്ത് അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുരുമുളക് വേണം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പൊടി ചേർക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് നല്ലോണം ഒന്ന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് നമ്മളൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ.
അപ്പോൾ അതാ പൊടികളുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് ആ പുളി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തക്കാളി വേവിച്ച സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിരുന്നേ. ഇനി നമുക്ക് അതിനുശേഷം ബാക്കി ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രത്തോളം ഉപ്പ് വേണോ അത്രയും ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കൈപ്പിടി അളവ് മല്ലിയില ചേർത്ത് കൊടുക്കാമേ. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഘടകമായിട്ടുള്ള മുട്ട നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചെടുത്ത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വച്ചേക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 3 മുട്ട ഇന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ മുട്ടയായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് വെച്ച് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് മുട്ട വെന്ത് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്കത് കിട്ടുവേ. നമുക്കതൊരു മുഴുവനായിട്ട് ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. ആ സമയം കൊണ്ട് മുട്ടയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കറിയിലൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായി വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാമേ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അധികം ഇളക്കാനായിട്ട് പാടില്ല, മുട്ടയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, മുട്ടയൊക്കെ നല്ലോണം വെന്ത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പുളിയും ഉപ്പും മുളകും എല്ലാം ഈ മുട്ടയിലോട്ട് നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ.